നമ്മളെ വല്ലാതെ അലട്ടുന്നൊരു വിഷയമാണ്. വാക്വം പിസ്റ്റൺ ഇടയ്ക്കിടയ്ക്ക് കംപ്ലൈൻ്റ് ആകുക. എയർ ഫിൽറ്റർ കറക്റ്റ് മാറ്റുന്നുണ്ട്, പിന്നെ എത്ര മാറ്റിയാലും പെട്ടെന്ന് മിസ്സിങ് വരിക, കാർബറേറ്റർ പെട്ടെന്ന് കംപ്ലൈൻ്റ് ആവുക. ഈ ഒരു വിഷയങ്ങൾ കൂടുതലായിട്ട് കാണാൻ സാധ്യത, നമ്മളാരും ശ്രദ്ധിക്കാതെ പോകുന്നൊരു കാര്യമാണ് ഇപ്പോൾ ഞാൻ പറയുന്നത്. അപ്പോൾ നമ്മുടെ എയർ ഫിൽറ്ററിൻ്റെ ബോക്സ് ഇവിടെയാണ് കിടക്കുക. അപ്പോൾ എയർ ഫിൽറ്ററിൻ്റെ ബോക്സ് ഇവിടെ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഈ എയർ ഫിൽറ്ററിൻ്റെ ബോക്സിൻ്റെ ഈ എൽബോ ഉണ്ടല്ലോ, ഈ എൽബോ പൊട്ടിക്കഴിഞ്ഞാൽ ഇതാരും ശ്രദ്ധിക്കില്ല. ഇതിപ്പോൾ നമ്മൾ ബാക്കിൽ പിന്നെ എന്തെങ്കിലും കയറി വരിക ചെയ്ത് ഇവിടെ പൊട്ടിക്കഴിഞ്ഞാൽ ഈ വലിക്കുന്ന എയർ ഈ ഡസ്റ്റായിട്ടുള്ള എയറേക്ക് ഏറ്റവും കൂടുതൽ നമ്മൾ കാർബറേറ്ററിലേക്ക് പോകട്ടോ, ഇതിലൂടെയുള്ള ഈ ഒരു എയർ. അപ്പോൾ ഇതൊരു പരിധി കഴിഞ്ഞ് ഞങ്ങൾ എപ്പോഴും ചെക്ക് ചെയ്യണം. എയർ ഫിൽറ്റർ മാറ്റുന്ന സമയത്ത് ഇതിലെ പിന്നെ അവർ കൈയിട്ട് കഴിഞ്ഞാൽ അറിയാം ഇത് പൊട്ടിയിട്ടുണ്ടോ, എവിടെയെങ്കിലും ക്രാക്ക് ഉണ്ടോ എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം ഇതിലൂടെ പൊടി കയറിയിട്ട് വാക്വം പിസ്റ്റൻ്റെ സ്ലൈഡർ സ്ക്രാച്ച് ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാർബറേറ്ററിന് കംപ്ലൈൻ്റ് ആവും. അപ്പോൾ സ്ഥിരമായിട്ട് കയറുകയാണെങ്കിൽ കാർബറേറ്ററിന് കംപ്ലൈൻ്റ് ആവും. അപ്പോൾ അതുകൊണ്ട് കാർബറേറ്റർ കൂടുതൽ മാറ്റേണ്ടി വരുന്ന കേസൊക്കെ ഏറ്റവും കൂടുതൽ വരുന്നത് ഈ ഒരു വിഷയമാണ്. നമ്മളെ അനുഭവത്തിൽ വന്നിട്ടുള്ളത് ഈ ശ്രദ്ധിക്കാതെ ഓടുന്ന ഈ ഒരു എൽബോ. അപ്പോൾ ഇതിന് ചെറിയ പൈസയേ ഉള്ളൂ. നിങ്ങൾ കുറച്ച് കഴിഞ്ഞത് നമ്മൾ എയർ ഫിൽറ്ററിൻ്റെ പിന്നെ ബോക്സിൻ്റെ പുറകു വശമായതുകൊണ്ട് ആരും ശ്രദ്ധിക്കില്ല, മറ്റൊരു ടയറിൻ്റെ ബാക്ക് വശമാണ്, ആരും ശ്രദ്ധിക്കില്ല. എയർ ഫിൽറ്റർ മാത്രം ഇങ്ങനെ കറക്റ്റായിട്ട് മാറ്റി കൊടുക്കും. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ഭാഗം, ഈ എൽബോ ഒരു പരിധി കഴിഞ്ഞാൽ ഈ റബ്ബർ പാർട്സ് മാറ്റി കൊടുക്കുക. അതായത് ഇതിലൂടെയാണ് എയർ വലിക്കുന്നത്. എയർ വലിക്കുമ്പോൾ അതിലൂടെ ഡസ്റ്റോ പൊടിയോ ഓടിക്കഴിഞ്ഞാൽ കാർബറേറ്ററിൽ എത്തും. കാർബറേറ്ററിൻ്റെ സ്ലൈഡർ താന്ന് പൊങ്ങുന്നതിനനുസരിച്ച് അതിൻ്റെ കൂടെ കിടന്ന് വരും. അപ്പോൾ സ്ലൈഡറിൻ്റെയും കാർബറേറ്ററിൻ്റെ വാളും കംപ്ലീറ്റ് സ്ക്രാച്ച് ആവും. അപ്പം അത് പിന്നെ ഒന്നും ചെയ്താലും കുറച്ചൊക്കെ ചെറിയ തുടക്കത്തിലൊക്കെയാണ് നമുക്ക് പേപ്പർ ഇട്ടിട്ട് സ്മൂത്താക്കി എടുക്കുക. കുറച്ച് കഴിഞ്ഞവനൊന്നും ചെയ്യാൻ പറ്റില്ല, കാർബറേറ്റർ മാറ്റേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു കാര്യം നമ്മളെല്ലാവരും ബുള്ളറ്റ് ഉപയോഗിക്കുന്ന വളരെ ശ്രദ്ധിക്കേണ്ടത്. അത് 100 ചില്ലാൻ രൂപ മാത്രമേ വില വരുന്നുള്ളൂ. ഒരു പരിധി കഴിഞ്ഞാൽ എയർ ഫിൽറ്റർ മാറ്റുന്ന സമയത്ത് ഈ ഒരു ഹോസ് നല്ലോണം ശ്രദ്ധിക്കുക, ഹോളോ മറ്റോ കാര്യങ്ങളോ ഉണ്ടോ എന്നുള്ളത്. അത് നിങ്ങൾ മെക്കാനിക്കിനോട് പറഞ്ഞിട്ട് പ്രത്യേകം ശ്രദ്ധിക്കാൻ പറയാം, അതിൻ്റെ ആ ബാക്കിലെ എൽബോ റബ്ബർ പൊട്ടിയിട്ടുണ്ടോ എന്നുള്ളത് കേട്ടോ. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. റോയൽ എൻഫീൽഡിൻ്റെ രജിസ്റ്റേർഡ് മെക്കാനിക്കാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ ജെന്യുയിനായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മൾ അവതരിപ്പിക്കുന്നുള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.